നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ക്യാരറ്റ് പായസം ഉണ്ടാക്കാം. ക്യാരറ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഒരു ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്, കട്ടി കുറച്ച്. ഇത് നട്ട്സാണ്, നെയ്യ് വറുത്ത് വെച്ചിരിക്കുവാണ്. മുന്തിരി കിട്ടിയില്ലായിരുന്നു. ഏലക്ക ഒരു 5 ഉണ്ട്. നെയ്യ് ഒരു 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാബുനരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ചൗവരി എന്ന് പറയും. പാലാണ് ഒരു ഗ്ലാസ് ഉണ്ട്. 1.5 ഗ്ലാസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ അപ്പത്തിൻ്റെ അരിയാണ്. അപ്പത്തിൻ്റെ അരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നു. അതൊരു 3 സ്പൂണുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിരിക്കുന്നു, ചെറിയ ഫ്ലെയിം കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുന്നു. ചൂടായ ശേഷം ആ നെയ്യൊന്ന് മെൽറ്റായതിന് ശേഷം ഇത് ചെറിയ ഫ്ലെയിം വേണം. നമ്മൾ ക്യാരറ്റ് ഇടുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറു തീ കിടന്ന് ആ നെയ്യും ക്യാരറ്റും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സായി അത് ഒന്ന് മെൽറ്റായി അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ക്യാരറ്റിലൊക്കെ നെയ്യ് പിടിച്ച് കഴിയുമ്പോൾ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് ഒഴിക്കുന്നു. വീണ്ടും നമ്മൾ അതിലേക്ക് 1/2 ഗ്ലാസ് പാലൂടെ ഒഴിക്കുന്നു. ഇനി ക്യാരറ്റും ഇതും കൂടെ കിടന്നൊന്ന് പാലും കൂടെ ഒന്ന് മിക്സ് ആവണം. നമ്മളതിലേക്ക് ചവ്വരി അതിലേക്ക് ഒഴിക്കുന്നു. അതും അതിലേക്ക് കിടന്നൊന്ന് വേവണം. ആ സമയത്ത് പഞ്ചസാര 1 സ്പൂൺ അതിലേക്ക് ചേർക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്കതിലേക്ക് മധുരമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. എടുത്തു വച്ചിരിക്കുന്ന പച്ചരി അതിലേക്ക് ചേർക്കുന്നു. 2.5 സ്പൂണാണ് അതിലേക്ക് ചേർക്കുന്നു. ഇത് അതിലേക്ക് കിടന്നൊന്ന് വേവണം നന്നായിട്ട്. ഇനി നമ്മുടെ ഏലക്ക അതിലേക്ക് ചേർക്കുന്നു. അതിൻ്റെ തോടൊക്കെ മാറ്റണം. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് അതിലേക്ക് വരുന്നത്. ഇപ്പം തന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി പകുതി വേവായി നന്നായിട്ട് വേകാൻ തുടങ്ങുന്നു. നല്ല പ്രത്യേക മണമായി തുടങ്ങി. ക്യാരറ്റും ചവ്വരിയും അരിയും എല്ലാം കൂടെ ഒന്ന് വെന്തു നല്ല പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ആയി. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കണം. കണ്ടോ, ഇത് ഇപ്പോൾ പ്രത്യേകമായിട്ടൊന്ന് വെന്തു. എന്നാൽ ഒത്തിരി അത് കുറുക്കണ്ട. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ഒരു ക്യാരറ്റ് പായസം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ചേർക്കാം. നിങ്ങളെൻ്റെ ചാനലുകളൊക്കെ കാണുന്നുണ്ടല്ലോ, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണം. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ നിങ്ങളുടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നു. ഇതൊന്ന് മിക്സ് ചെയ്യുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നല്ലൊരു ക്യാരറ്റ് പായസം റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഹായ്. പ്ലീസ് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. ബൈ.